ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അപേക്ഷിച്ച് 10 മിനിറ്റ് കൊണ്ട് 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചും ഇനി നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡു വരാൻ പോവുകയാണ്, 10ാം ഗഡു വരാൻ പോവുകയാണ്. അത് പല ആളുകൾക്കും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതേക്കുറിച്ചും ഇതിൻ്റെ കാരണവും അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മുടെ സംസ്ഥാന സർക്കാർ കർഷകർക്ക് ഒരു 2000 രൂപ കിസാൻ സമ്മാൻ നിധിക്ക് പുറമെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില കർഷകർക്ക് 2000 രൂപ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെക്കുറിച്ച് വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി പ്രകാരം 3 ഗഡുക്കളായിട്ട് 6000 രൂപയാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. 2018 തുടങ്ങിയ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ വാർഷിക ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ആദ്യ ഗഡു ലഭിക്കുന്നത് ഏപ്രിൽ ജൂലൈയിലും 2ാം ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലും 3ാം ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലുമാണ്. ഈ വർഷത്തെ ഡിസംബർ മാർച്ച് ഇൻസ്റ്റാൾമെൻറ്റാണ് ഇപ്പോൾ വിതരണത്തിന് തയ്യാറാകുന്നത്. ഈ പദ്ധതിയിൽ തുടക്കം മുതൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് നിലവിൽ ഇതുവരെ 9 ഗഡുക്കളായി 18,000 രൂപ ലഭിച്ചു കഴിഞ്ഞു. ഈ ഡിസംബറിലെ ഗഡു കൂടി ലഭിക്കുന്നതോടുകൂടി ഇത് 20,000 രൂപയിലെത്തും. ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ മാസം തന്നെ PM കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ തുക എത്തിച്ചേരും. എന്നാൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത്, പദ്ധതിയിലെ അനർഹരെ ഒഴിവാക്കുന്ന പ്രക്രിയ നടക്കുന്നതിനാൽ PM കിസാൻ ഗുണഭോക്താക്കളുടെ തുക സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ അവരുടെ ആധാറുമായി ബന്ധിപ്പിക്കണം. ആധാർ വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കുകയില്ല. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ബാങ്ക് IFSC കോഡ് പോലുള്ള മാറ്റങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് വിവിധ ദേശസാൽകൃത ബാങ്കുകൾ തമ്മിൽ ലയനം നടന്നിരുന്നു. ഉദാഹരണത്തിന് സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിൽ ലയിച്ചിരുന്നു. ഇത്തരത്തിൽ മറ്റു ബാങ്കുകളും ലയിച്ചിരുന്നു. ബാങ്കുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള ലയനം നടന്ന സമയത്ത് ഒരു പ്രദേശത്ത് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഒരു ശാഖയും കനറ ബാങ്കിൻ്റെ ഒരു ശാഖയും അടുത്ത് ഉണ്ടായിരുന്നു എങ്കിൽ നിലവിൽ രണ്ടും കനറ ബാങ്ക് ശാഖയായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബാങ്ക് ശാഖ പൂട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. നിലവിൽ നിർത്തിയ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകളുടെ IFSC കോഡ് മാറിയിട്ടുണ്ടാകും. 2018 തുടങ്ങിയ കാലത്ത് അതിനുശേഷമോ നൽകിയ ബാങ്ക് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ള IFSC കോഡ് മുൻ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ PM കിസാൻ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. IFSC കോഡ് മാറ്റുകയും നിങ്ങൾ പോർട്ടലിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ അക്കൗണ്ടിൽ പണം വരുന്നത് തടസ്സപ്പെടും. സാഹചര്യത്തിൽ 9ാം ഗഡുവും 8ാം ഗഡുവും പല ആളുകൾക്കും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഗഡു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ തുകകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KYC അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതും ഉണ്ട്. നിലവിൽ ബാങ്കിൽ ഇടപാടുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഈ മാസം 15-ന് തന്നെ ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് വിതരണം ചെയ്യുന്നത് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എന്തായാലും ഇതിൻ്റെ അവസാന അറിയിപ്പുകൾ വരുന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ നിങ്ങളെ അപ്ഡേഷനിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊരു സന്തോഷം നൽകുന്ന വാർത്ത, സംസ്ഥാന സർക്കാർ കർഷകർക്ക് 2000 രൂപ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച നെൽകർഷകർക്കുള്ള 2000 രൂപയുടെ റോയൽറ്റിയുടെ വിതരണം ഈ വർഷവും തുടരും. 2020-21 പദ്ധതി ആരംഭിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിൽ റോയൽറ്റി നൽകുന്നതിനായി 40 കോടി രൂപ സർക്കാർ വെച്ചിരുന്നു എങ്കിലും നെൽപ്പാടങ്ങളുടെ ഉടമസ്ഥർക്ക് റോയൽറ്റി നൽകുന്നത് വർഷത്തിൽ ഒരിക്കലാണോ അതോ ജീവിതത്തിൽ ഒരിക്കലാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കൃഷി ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ എല്ലാ വർഷവും 2000 രൂപ നൽകാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. 40 കോടിയോളം രൂപയാണ് ഇങ്ങനെ വിതരണം ചെയ്യുക. ഇതിൻ്റെ വിതരണം തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്.
സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം തലങ്ങളിൽ പഠിക്കുന്ന ഉന്നത വിജയം നേടിയ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാതത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡുകൾ നൽകുന്നതിന് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിച്ച് സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സ, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2020-21 അധ്യയന വർഷം ബിരുദ തലത്തിൽ 80% മാർക്കോ ബിരുദാനന്തര തലത്തിൽ 75% മാർക്കോ നേടിയ കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 15,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് മുൻഗണന. BPL അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട 8 ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം കവിയാത്ത APL വിഭാഗക്കാരെയും പരിഗണിക്കും. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 047123000524 0471230209 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 27 ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു നിർദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. സൗഹൃദ മൊബൈലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നിബന്ധന പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കുന്നു. കൂടാതെ വാഹനങ്ങൾക്ക് പരമാവധി 30,000 രൂപ വരെ സബ്സിഡിയും ലഭ്യമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം ചിന്തിക്കാവുന്നതാണ്. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പല ആളുകളെയും മേഖലയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ. പണത്തിന് അത്യാവശ്യം വരുമ്പോൾ പലിശ കൂടുതലാണെങ്കിലും പേഴ്സണൽ ലോണുകൾക്ക് അപേക്ഷിക്കുന്നവരുണ്ട്. വിവിധ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് വ്യക്തിഗത വായ്പ നൽകുന്നത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. ചില സമയങ്ങളിൽ വായ്പ നിരസിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വിവിധ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത് വിട്ടിലായ ആളുകൾ നിരവധിയാണ്. വ്യക്തിഗത ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ PTM ലോൺ നൽകുന്നു. 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് 2 ലക്ഷം രൂപ വരെയാണ് ലോൺ ലഭിക്കുന്നത്. അധികം നൂലാമാലകൾ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തിഗത വായ്പ ലഭിക്കും. അർഹരായ ഉപഭോക്താക്കൾക്ക് 2 മിനിറ്റിനുള്ളിൽ PTM ലോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോൺ അപേക്ഷയ്ക്ക് മുഴുവൻ നടപടികളും ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ലോൺ ലഭിക്കാൻ കാലതാമസം നേരിടുന്നില്ല. ഡോക്യുമെൻറ്റിൻ്റെ പകർപ്പും മറ്റും നേരിട്ട് ഹാജരാക്കേണ്ടതില്ല എന്നതിനാൽ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ പണം ലഭിക്കുകയും ചെയ്യും. ഈ വർഷം മുതലാണ് സ്വന്തം പ്ലാറ്റ്ഫോമിൽ തൽക്ഷണ വ്യക്തിഗത വായ്പ കമ്പനി അവതരിപ്പിച്ചത്. ശമ്പള വരുമാനക്കാർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും പ്രൊഫഷണലുകൾക്കും ലോൺ ലഭിക്കും. പൊതു അവധി ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും ഉൾപ്പെടെ 365 ദിവസവും PTM ലോൺ സേവനം ലഭ്യമാണ്. ലോൺ തുക വിതരണം ചെയ്യുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ലോൺ ലഭിക്കും എന്നതാണ് ആകർഷണം. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് PTM ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ലോൺ തുക തിരിച്ചടക്കുന്നതിന് 18 മാസം മുതൽ 36 മാസം വരെ തിരിച്ചടവ് കാലാവധി നൽകുന്നുണ്ട്. ലോൺ എടുക്കുന്ന ആളുകളുടെ തിരിച്ചടവ് കാലാവധി അനുസരിച്ച് തുല്യ പ്രതിമാസ ഗഡുക്കളായിട്ട് ലോൺ തിരിച്ചടക്കുകയും ചെയ്യാവുന്നതാണ്. ഈ ഒരു ലോണിൻ്റെ പ്രത്യേകത പലിശ കുറവ് എന്നുള്ളതല്ല, പെട്ടെന്ന് വ്യക്തിഗത വായ്പ ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ലോൺ നേടാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് ഈ ഒരു ലോണിൻ്റെ പ്രത്യേകത. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചു. ഇവരടക്കം 13 പേർ ദുരന്തത്തിൽ മരിച്ചു. 14 പേരാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. ഊട്ടിയിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും സൈനിക ഉദ്യോഗസ്ഥരുമടക്കം 13 പേർ മരിച്ചത്. ക്യാപ്റ്റൻ വരുൺ സിംഗ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ആളുകളെ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കോയമ്പത്തൂരിലെ സൂലൂർ വ്യോമകേന്ദ്ര വെല്ലിംഗ്ടൺ കമാൻഡോയിലെ ഡിഫൻസ് സർവീസസ് കോളേജിലേക്ക് പോകവേ ഉച്ചയ്ക്ക് 12:20 ഊട്ടിയിലെ കൂനൂർ നഞ്ചപ്പ ഛത്രത്തിനും കട്ടേരി ഫാമിനും സമീപത്തായിരുന്നു അപകടം. വ്യോമസേനയുടെ നൂതന Mi-17 V5 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്തെ പ്രഥമ പൗരൻ രാഷ്ട്രപതി കഴിഞ്ഞാൽ
ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് സംയുക്ത സൈനിക മേധാവി വിപിൻ റാവത്ത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.